2024 ലോഗോസ് ക്വിസ് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ. തീവ്ര പരിശീലന പരിപാടി. അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ. അവർ ന്യായപാലകരായിട്ടല്ല പിന്നെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? യുദ്ധവീരന്മാരായിട്ട്. ന്യായാധിപന്മാരുടെ പ്രവർത്തന കാലഘട്ടം ഏത്? BC 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ. ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ കാണുന്ന ദൈവപ്രേരണയാൽ ഇസ്രയേലിൻ്റെ വിമോചകരായി പ്രവർത്തിച്ച 12 നേതാക്കന്മാർ ആരെല്ലാം? ഒത്നിയേൽ, ഏഹൂദ്, ശങ്കർ, ദബോറ, ബാറക്, ഗിദയോൻ, തോല, ജായിർ, ജഫ്ത, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ, സാംസൺ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വിവരിക്കുന്ന താരതമ്യേന നീണ്ട ചരിത്രങ്ങൾ ആരുടേതെല്ലാം? സാംസൺ, ജഫ്ത, ഗിദയോൻ, ബാറക്, ഏഹൂദ്. ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൻ്റെ ഘടന എങ്ങനെയാണ്? ജോഷിയുടെ കാലത്തിന് ശേഷം കാനാൻ ദേശത്തിൻ്റെ സ്ഥിതി, ന്യായാധിപന്മാരുടെ ചരിത്രം, ദാൻ, ബെഞ്ചമിൻ ഗോത്രങ്ങൾ. കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞതപ്പോൾ ജോഷിയുടെ മരണത്തിന് ശേഷം ആരാദ്യം പോകട്ടെ എന്നാണ് കർത്താവ് 1:2 പറയുന്നത്. യൂദ ആദ്യം പോകട്ടെ. കാനാൻ ദേശത്തെക്കുറിച്ച് 1:3 യൂദ പറയുന്നതെന്ത്? എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശം. യൂദ യുദ്ധം ചെയ്തപ്പോൾ ദൈവം ആരെയെല്ലാമാണ് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? കാനാന്യരെയും പെരീസ്യരെയും. യൂദായും ശിമയോനും 10,000 പേരെ പരാജയപ്പെടുത്തിയത് എവിടെ വെച്ച്? ബെസേക്കിൽ വെച്ച്. യൂദായും ശിമയോനും ബെസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തിയത് എത്ര പേരെയാണ്? 10,000. യൂദായും ശിമയോനും ബെസേക്കിൽ വെച്ച് യുദ്ധം ചെയ്തത് ആരോട്? അദോണി ബെസേക്കിനോട്. ബെസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തിയത് ആരെ? കാനാന്യരെയും പെരീസ്യരെയും. എങ്ങനെയുള്ള 70 രാജാക്കന്മാരെക്കുറിച്ചാണ് 1:7 അദോണി ബെസേക്ക് പറയുന്നത്? കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ടവർ. 70 രാജാക്കന്മാരുടെ പെരുവിരലുകൾ ഛേദിച്ചതാര്? അദോണി ബെസേക്ക്. അദോണി ബെസേക്ക് മരിച്ചത് എവിടെ വെച്ച്? ജെറുസലേമിൽ വെച്ച്. നെഗബിലെ മലയോരങ്ങളിലും താഴ്വരകളിലും വസിച്ചിരുന്നതാര്? കാനാന്യർ. ഹെബ്രോൺ പണ്ട് അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? കിരിയാത്ത് അർബ. ദബീറിൻ്റെ പഴയ പേരെന്തായിരുന്നു? കിരിയാത്ത് സേഫർ. കിരിയാത്ത് സേഫർ എന്ന് പേരുണ്ടായിരുന്ന സ്ഥലം ഏത്? ദബീർ. കാലബിൻ്റെ മകളുടെ പേരെന്ത്? അക്സ. ന്യായാധിപന്മാർ അധ്യായം 11-15 വിവരിക്കുന്ന സംഭവം പഴയ നിയമത്തിൽ മറ്റെവിടെ കാണുന്നു? ജോഷുവ 15-ാം അധ്യായം 13 മുതൽ 19 വരെ. ഹോർമ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? വിനാശം. മോശയുടെ അമ്മായിയപ്പൻ ആരായിരുന്നുവെന്നാണ് 1:16 പറയുന്നത്? കേന്യൻ. ഏത് പ്രദേശത്തിന് സമീപമാണ് യൂദാ മരുഭൂമി? ആരാദിന് സമീപം. ആരാദ് എവിടെയാണ്? നെഗബിൽ. 1:19 യൂദായ്ക്ക് താഴ്വര നിവാസികളെ തുരത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? അവർക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ. അനാക്കിൻ്റെ 3 പുത്രന്മാരെ ഹെബ്രോണിൽ നിന്ന് പുറത്താക്കിയത് ആര്? കാലബ്. 1:21 കാണുന്ന ജെറുസലേം നിവാസികൾ ആര്? ജബൂസ്യർ. 1:23 അവർ ബഥേൽ ഒറ്റുനോക്കാൻ ആളയച്ചു. ആരാണ് അയച്ചത്? ജോസഫിൻ്റെ ഗോത്രം. ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. ഏത് നഗരം? ബഥേൽ. ബഥേലിൽ നിന്ന് വെറുതെ വിടപ്പെട്ടവൻ എവിടെ ചെന്നാണ് ഒരു നഗരം പണിതത്? ഹിത്യരുടെ നാട്ടിൽ ചെന്ന്. കാനാൻകാരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചത് ആര്? എപ്പോൾ? ഇസ്രയേൽ അവർ പ്രബലരായപ്പോൾ. ഏതെല്ലാം പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസെ പുറത്താക്കിയില്ലെന്നാണ് 1:27 പറയുന്നത്? ബേർഷയാൻ, താനാഖ്, ദോർ, ഇബ്ലയും,
മെഗിദോ. കാനാന്യർ ആ ദേശത്ത് തുടർന്നും ജീവിച്ചു പോന്നു. ഏത് ദേശത്ത്? ബേർഷയാൻ, താനാക്ക്, ദോർ, ഇബ്ലയാൻ, മെഗിദോ എന്നീ പട്ടണങ്ങളിലും അവയുടെ ഗ്രാമങ്ങളിലും. കിത്രോൻ, നഹലോൺ എന്നീ നഗരങ്ങളിലെ നിവാസികളായിരുന്ന കാനാൻകാർ സെബുലൂൺ ഗോത്രക്കാരുടെ ഇടയിൽ എങ്ങനെയാണ് ജീവിച്ചത്? അടിമകളായി. നഫ്താലി ഗോത്രത്തിന് അടിമകളായി തീർന്നത് ആര്? ബേർഷമേഷിലെയും ബേത്ത് അനാത്തിലെയും നിവാസികൾ. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടതാര്? അമോര്യർ. 1:35 അനുസരിച്ച് അമോര്യരുടെ മേൽ ശക്തി പ്രാപിച്ച ഗോത്രമേത്? ജോസഫിൻ്റെ ഗോത്രം. ഹാർ ഹെറസിലും അയ്യാലോണിലും ഷാൽബീമിലും താമസിച്ചിരുന്ന അമോര്യർ അടിമകളായി തീർന്നപ്പോൾ ജോസഫിൻ്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടപ്പോൾ. 2-ാം അധ്യായത്തിൽ ആദ്യമായി സംസാരിക്കുന്നത് ആര്? കർത്താവിൻ്റെ ദൂതൻ. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞിരുന്ന എത്ര കാര്യങ്ങളാണ് 2:2 ഒരിക്കൽ കൂടി പറയുന്നത്? 3 കാര്യങ്ങൾ. 1. നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല. ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുത്. അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ച് കളയണം. ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരയാനിടയാക്കിയ സന്ദേശം അവരെ അറിയിച്ചതാര്? കർത്താവിൻ്റെ ദൂതൻ. കർത്താവിൻ്റെ ദൂതൻ്റെ വാക്ക് കേട്ട് ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞ സ്ഥലത്തിന് അവർ എന്തു പേരിട്ടു? ബോക്കീം. ബോക്കീം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? വിലപിക്കുന്നവർ. ജോഷുവയോടൊപ്പം കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കണ്ടവരെ 2:7 വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ശ്രേഷ്ഠന്മാർ. 2:7 ജോഷുവയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനും. ജോഷുവ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? 110. ജോഷുവയെ അടക്കിയ സ്ഥലത്തിൻ്റെ പേര് 2:9 അനുസരിച്ച് എന്താണ്? തിംനാത്ത് ഹെറസ്. ജോഷുവയുടെ അവകാശഭൂമി എന്ന് പറയുന്നത് ഏത് സ്ഥലമാണ്? തിംനാത്ത് ഹെറസ്. ഗാഷ് പർവ്വതത്തിന് വടക്കുള്ള മലനാട് ഏതാണ്? എഫ്രായിം. 2:11 ഇസ്രായേൽ ജനം സേവിച്ചതാരെ? ബാൽ ദേവന്മാരെ. 2:12 അനുസരിച്ച് ഇസ്രായേൽ ജനം ആരുടെ പിന്നാലെയാണ് പോയത്? ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ. 2:12 പ്രവൃത്തികൾ മൂലം ഇസ്രായേൽ ജനം ചെയ്തതെന്താണ്? കർത്താവിനെ പ്രകോപിപ്പിച്ചു. 2:15 ഏതുവിധം കർത്താവിൻ്റെ കരം ഇസ്രായേലിനെതിരായിരുന്നു? ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം. ഇസ്രായേൽ ജനം വളരെ കഷ്ടതകൾ അനുഭവിച്ചപ്പോൾ കർത്താവ് നിയമിച്ചത് ആര്? ന്യായാധിപന്മാരെ. ന്യായാധിപന്മാരെ അനുസരിക്കാതെ ഇസ്രായേൽ ജനം ആരുടെ പുറകെ പോയി? അന്യദേവന്മാരുടെ പുറകെ പോയി. ആരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു? കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന്. ന്യായാധിപന്മാരുടെ കാലത്ത് കർത്താവിന് ജനത്തോട് അനുകമ്പ ജനിക്കാൻ കാരണമെന്ത്? തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട്. ന്യായാധിപൻ മരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ എങ്ങനെയാകുമായിരുന്നു? അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. ബോക്കിം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? വിലപിക്കുന്നവർ. 2:2 കാനാൻ ദേശവാസികളുമായി യാതൊരു സഖ്യവും പാടില്ലെന്നും അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണമെന്നും കർത്താവ് പറഞ്ഞിരുന്നതായി കാണുന്നു. ഇതേ ആശയം വിവരിക്കുന്ന മറ്റൊരു പഴയ നിയമഭാഗമേത്? പുറപ്പാടിൻ്റെ പുസ്തകം 34 അധ്യായം 12 മുതൽ 13 വരെ. അധ്യായം 2:6-9 ജോഷുവയുടെ മരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കാണുന്നു. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പഴയ നിയമഭാഗമേത്? ജോഷുവ അധ്യായം 24, 28 മുതൽ 31 വരെ. കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചത് എന്തിന്? കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി. അധ്യായം 3:2 ആരെയാണ് കർത്താവ് യുദ്ധമുറ അഭ്യസിപ്പിക്കുന്നത്? ഇസ്രായേൽ തലമുറകളെ. കാനാൻ ദേശത്ത് കർത്താവ് ശേഷിപ്പിച്ചിരുന്ന ജനതകളിൽ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരാണ്? ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ. 3:3 അനുസരിച്ച് ലെബനോൻ മല എവിടെയാണ്? ബാൽ ഹെർമോൻ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള സ്ഥലത്ത്. 3:3 അനുസരിച്ച് ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ആര്? ഹിവ്യർ. 3:3 ഹിവ്യർ താമസിച്ചിരുന്നതായി പറയുന്ന സ്ഥലമേത്? ലെബനോൻ മല. 3:5 അനുസരിച്ച് ഇസ്രായേൽ ജനം ഏതൊക്കെ ജനതകളുടെ ഇടയിലാണ് ജീവിച്ചത്? കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജനൂസ്യർ. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചപ്പോൾ അവിടുന്ന് അവരെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? കുഷാൻ റിഷാത്തായിമിൻ്റെ. കുഷാൻ റിഷാത്തായിം ആരായിരുന്നു? മെസപ്പൊട്ടോമിയ രാജാവ്. ഇസ്രായേൽ എത്ര വർഷം കുഷാൻ റിഷാത്തായിമിനെ സേവിച്ചു? 8 വർഷം. ഒത്നിയേൽ ആരായിരുന്നു? കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ. കർത്താവ് ഒത്നിയേലിൻ്റെ കയ്യിൽ ആരെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്?
കുഷാൻ റിഷാത്തായിമിന്. കുഷാൻ റിഷാത്തായിമിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചതാര്? ഒത്നിയേൽ. ഒത്നിയേലിൻ്റെ കീഴിൽ ദേശത്ത് എത്ര വർഷം ശാന്തി നിലനിന്നു? 40 വർഷം. എഗ്ലോൺ ആരായിരുന്നു? മൊവാബ് രാജാവ്. എഗ്ലോൺ അമോന്യരെയും അമലേക്കരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഏത് നഗരമാണ് കൈവശമാക്കിയത്? ഈന്തപ്പനകളുടെ നഗരം. ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ആരെയാണ് നൽകിയത്? ഒരു വിമോചകനെ. 3:15 കാണുന്ന വിമോചകൻ്റെ പേരെന്ത്? ഏഹൂദ്. ഏഹൂദ് ആരുടെ മകനായിരുന്നു? ഗേരയുടെ. ഏഹൂദിൻ്റെ ഏത് സവിശേഷതയാണ് 3:15 കാണുന്നത്? ഇടത്ത് കയ്യൻ. 3:19 കാണുന്ന ശിലാവിഗ്രഹങ്ങളുള്ള സ്ഥലമേത്? ഗിൽഗാൽ. എന്ത് എൻ്റെ പക്കലുണ്ട് എന്നാണ് ഏഹൂദ് രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്? ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം. ഏഹൂദ് പോയി കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ മുറിയിൽ വന്നതാര്? പരിചാരകർ. രാജാവ് മരിച്ചതിന് ശേഷം ഏഹൂദ് ഏത് സ്ഥലത്തേക്കാണ് രക്ഷപ്പെട്ടത്? സെയ്റായിലേക്ക്. 3:26 അനുസരിച്ച് സെയ്റ എവിടെയാണ്? ശിലാ വിഗ്രഹങ്ങൾക്കപ്പുറം. 3:28 ഇസ്രായേൽ ജനം പിടിച്ചടക്കിയ സ്ഥലമേത്? മൊവാബിന് എതിരെയുള്ള ജോർദാൻ്റെ കടവുകൾ. എത്ര മൊവാബിരെയാണ് 3:29 ഇസ്രായേൽ ജനം കൊന്നത്? 10,000-ഓളം. ശങ്കാർ ആരുടെ പിൻഗാമിയായിരുന്നു? ഏഹൂദിൻ്റെ. ഒരേ ഒരു വാക്യത്തിൽ വിവരണം ലഭിച്ചിരിക്കുന്ന ന്യായാധിപൻ ആര്? സംഗാർ.